ഇന്ത്യ ന്യൂസിലൻഡ് 5ാം T20 മത്സരത്തിനിറങ്ങി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. നാളെ രാത്രി 7 മണിക്കാണ് മത്സരം. ഇന്ത്യൻ ടീം ഇന്ന് സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തി. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വീണ്ടും ഒരു അന്താരാഷ്ട്ര മത്സരം വിരുന്നെത്തുന്നതിന്റെ ആവേശത്തിലാണ്, ആഘോഷത്തിലാണ് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 പരമ്പരയിലെ 5ാമത്തേതും അവസാനത്തേതുമായ മത്സരമാണ് കാര്യവട്ടത്ത് നാളെ രാത്രി 7 മണിക്ക് നടക്കാൻ പോകുന്നത്. ഇതിനോടകം തന്നെ ടീം ഇന്ത്യ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു. ആദ്യ 3 മത്സരങ്ങളും ജയിച്ച്, പക്ഷേ 4ാം മത്സരത്തിൽ വിശാഖപട്ടണത്ത് ഒരു ആശ്വാസ ജയം 50 റൺസ് ജയത്തോടുകൂടി ന്യൂസിലാൻഡും സ്വന്തമാക്കിയിരിക്കുകയാണ്. പരമ്പരയിലെ അവസാന മത്സരം എന്നതിനപ്പുറം ലോകകപ്പിന് മുന്നോടിയായി നടക്കുന്ന അവസാന മത്സരം, ഔദ്യോഗിക മത്സരം എന്നതാണ് ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ടീമിൽ മാറ്റങ്ങൾ ഉറപ്പ് തന്നെയാണ്. കാരണം ചില താരങ്ങൾക്ക് വിശ്രമം വിധിച്ചേക്കുമെന്ന് തന്നെയാണ് നമ്മൾ ഇന്നത്തെ പരിശീലന സെഷൻ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. 2020 ക്രിക്കറ്റിലെ 1ാം നമ്പർ ബാറ്റർ അഭിഷേക് ശർമ്മ, അദ്ദേഹം എന്തായാലും ടീമിലെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അടുത്ത മത്സരത്തിൽ, നാളത്തെ മത്സരത്തിൽ കളിക്കാൻ സാധ്യതയില്ല. ഇന്ന് പരിശീലനത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ ഇന്നത്തെ പരിശീലനത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇരു താരങ്ങളും നാളത്തെ മത്സരത്തിൽ ഉണ്ടാവില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത്. സഞ്ജുവും ഇഷാൻ കിഷനും ചേർന്നായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇന്ന് പരിശീലന സെഷനിലേക്ക് ഈ 2 താരങ്ങളാണ് ആദ്യം ബാറ്റ് ചെയ്യാനെത്തിയത്. ഒപ്പം തന്നെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ശ്രദ്ധിക്കുന്നത്, സഞ്ജു വിക്കറ്റ് കീപ്പിംഗ് പരിശീലനം നടത്തിയിട്ടില്ല. അതേസമയം ഇഷാൻ വിക്കറ്റ് കീപ്പിംഗ് പരിശീലനം നടത്തുന്നതും കണ്ടു. അതോടുകൂടി ഒരുപക്ഷെ നാളത്തെ മത്സരത്തിൽ സഞ്ജുവിന് പകരം ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ അങ്ങനെ ഒരു അസ്യൂം ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയും അർഷദീപും അടക്കമുള്ള ബൗളർമാരും പന്തെറിയുന്നതും കണ്ടു. എന്തായാലും നീല കടലായി മാറുന്ന സ്റ്റേഡിയത്തിന് മുന്നിൽ ജയിച്ചുകൊണ്ട് സഞ്ജുവിന്റെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ഒരു 4-1 ജയത്തോടുകൂടി പരമ്പര നേട്ടം ആഘോഷമാക്കുകയായിരിക്കും ടീം ഇന്ത്യയുടെ ലക്ഷ്യം. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് സിറിലിനൊപ്പം അനിൽ വാസുദേവ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.